അസ്സലാമു അലൈക്കും. ഞാൻ തേഞ്ഞിപ്പലം പഞ്ചായത്ത് പാണമ്പ്ര ജുമാ മസ്ജിദിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 28 വർഷം ഈ മസ്ജിദിൽ തുടർച്ചയായിട്ട് ഖത്തീബായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ ബാക്കവിയാണ്. സ്ഥലം? എൻ്റെ സ്ഥലം ഒഴുകൂർ. മലപ്പുറം ജില്ലയല്ലേ? മലപ്പുറം ജില്ലയിലാണ്, മുറയൂർ പഞ്ചായത്തിലാണ്. ഉസ്താദ് ഈ മസ്ജിദിൽ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ പള്ളിയിൽ സേവനം ചെയ്യാൻ തുടങ്ങിയത് 1998 98 ഫസ്റ്റിലാണ്. അത് എൻ്റെ സേവനത്തിൻ്റെ ആദ്യവുമാണ്. ഞാൻ വേറെ പള്ളിയിൽ ജോലിയൊന്നും ചെയ്തിട്ടില്ല. ഖത്തീബും മുദരിസും ഇമാമും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ അന്ന് ചാർജ് എടുത്തത്. ഇന്നൊക്കെ ഈ റമദാൻ വന്നതോടുകൂടി 28 വർഷം പൂർത്തിയായി. മാഷാ അല്ലാഹ്. ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ദർസുണ്ടായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 98 തുടക്കത്തിലാണ് ഞാനിവിടെ സേവനം ആരംഭിച്ചത്. തുടങ്ങുമ്പോൾ തന്നെ ചൊവ്വാൽ മാസം കഴിഞ്ഞ് 6 നോമ്പൊക്കെ കഴിഞ്ഞ് ശേഷം ദർസ് ആരംഭിച്ചു. 6 കുട്ടികളാണ് അന്ന് ആരംഭിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഈ പള്ളി മുകൾ ഭാഗം ഇന്നത്തെ രൂപം തന്നെ പള്ളിക്ക് ഉണ്ടായിരുന്നത്. ഈ പള്ളിയുടെ മുകളിൽ ദർസ് ഉണ്ടായിരുന്നു. അതിനു മുമ്പും ഒരുപാട് കാലം ഇവിടെ ദർസ് മുമ്പേ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തുടങ്ങുമ്പോൾ 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു വർഷം കഴിഞ്ഞ് കുട്ടികളങ്ങനെ കൂടൽ തുടങ്ങി. അത് 10 15 20 25 30 35 40 45 50 60 70 കുട്ടികൾ വരെ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ വീട്ടിൽ പോയി കഴിക്കുന്ന ഒരു രീതിയാണ് ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളത്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം രാത്രിയും. അതുകൊണ്ട് തന്നെ ഈ 70 കുട്ടികൾക്കൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറേ ദൂരത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പം 70 കുറച്ച് ഓവറാണ് കുട്ടികളുടെ സൗകര്യം കൊള്ളാൻ നോക്കുമ്പോഴും ഈ നാട്ടിൻ്റെ സൗകര്യമൊക്കെ നോക്കുമ്പം അങ്ങനെ 50 കുട്ടികളിൽ ചുരുക്കി. കഴിഞ്ഞ വർഷം 50 കുട്ടികളെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ കാലയളവിൽ ധാരാളം കുട്ടികൾ തുടക്കത്തിൽ തന്നെ ഇവിടെ പഠിച്ചു. അഥവാ ഇവിടെ പഠിക്കുന്നന്ന് ചിലപ്പോൾ 7ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും വരിക. ആ 7ാം ക്ലാസ് സ്കൂൾ മുതൽച്ച് 8 9 10 +1 +2. പിന്നെ ആദ്യമൊക്കെ വിദ്യാഭ്യാസത്തിന് നമ്മളെ നാടിന് വലിയ ഒരു മുൻഗണന ഒന്നും കൊടുക്കാത്തൊരു കാലത്ത് 98 കാലത്തിലൊക്കെ അങ്ങനെയാണ് നമ്മളെ മുസ്ലിങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിച്ച് വരുന്നുള്ളൂ. 1 +2 വരെയൊക്കെ പഠിക്കും കുട്ടികൾ. പിന്നെ അതിൻ്റെ ശേഷം വരുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലൊക്കെ +2 മുതലൊന്നും നിൽക്കില്ല. ഡിഗ്രി 3 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഇവിടുന്ന് കോളേജിലേക്കൊക്കെ പോകൽ. അങ്ങനെ ധാരാളം കുട്ടികൾ തുടക്കത്തിൽ തന്നെ പഠിക്കാൻ വന്ന് 7 8 9 വർഷത്തോളം ഇവിടെ പഠിച്ച് കോളേജുകളിലേക്ക് പോയി. കോളേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയാത്ത് സ്വാലിഹാത്ത്, അതുപോലെ തന്നെ ജാമിയ നൂരിയ പട്ടിക്കാട്. ബാക്കിയാത്ത് സ്വാലിഹാത്ത് വെല്ലൂരാണ്. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത്, ജാമിയ നൂരിയ പട്ടിക്കാട്, ഹന്തി ദാറുസ്സലാം, അതുപോലെ തന്നെ അതിൻ്റെ ശേഷം വന്ന കുറ്റിക്കാട്ടൂർ യമാനിയ കോളേജ്, അതുപോലെ നമ്മളെ ജലാലി കോളേജ് ഇവിടെ മുണ്ടക്കുളം, അതുപോലെ ബദിരിയ കോളേജ്. ഇങ്ങനെ പിന്നെ ധാരാളം കോളേജുകളിലേക്ക് കുട്ടികൾ അവരുടെ സൗകര്യം അനുസരിച്ച് പോയിട്ടുണ്ട്. നമ്മളെ ദർസിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ട് ഒരുപാട് ബാക്കവിമാരുണ്ട്, ഒരുപാട് ഫൈസിമാരുണ്ട്, ഒരുപാട് ദാരിമിമാരുണ്ട്, ഒരുപാട് യമാനികളുണ്ട്. അങ്ങനെ മറ്റുള്ള ബിരുദങ്ങളൊക്കെ നേടിയ ധാരാളം സേവന പണ്ഡിതന്മാർ മുദരിസന്മാരായിട്ടുണ്ട്, അതുപോലെ ഖത്തീബുമാരായിട്ടുണ്ട്, അതുപോലെ മദ്രസയിലെ സദറായിട്ട് സേവനം ചെയ്യുന്നവരും മറ്റുള്ള തലങ്ങളിലൊക്കെ സേവനം ചെയ്യുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇതൊക്കെ ഈ പാണമ്പ്രയിൽ 28 വർഷക്കാലം നമ്മുടെ ഈ സേവനത്തിൽ ഈ നാട്ടുകാരൊക്കെയുള്ള ഒത്താശയോടുകൂടി നമുക്കുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്.
ഉസ്താദ് 28 വർഷം ഇവിടെ നിന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ നാട്ടുകാർ എങ്ങനെ നിങ്ങളുമായിട്ട് റെസ്പോണ്ട് ചെയ്തത്? അതെ, ഈ 28 വർഷം നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം എന്താ ചോദിച്ചാൽ, ഞാനും നാട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വലിയതായ ഒരു ബന്ധത്തിൻ്റെ ഒലിപ്പാണ് ഇത് പറയാനുള്ളത്. കാരണം ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെ വരുന്ന പഠിക്കുന്ന പല രക്ഷിതാക്കളുടെ മക്കൾ, പല നാട്ടുകാർ, പല സ്വഭാവക്കാർ, ഇങ്ങനത്തെ കുട്ടികൾ ഇവിടെ വിദ്യാർത്ഥികളായിട്ട് പള്ളിയിൽ പഠിക്കും, ഭക്ഷണത്തിന് പോകുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഈ നാട്ടുകാർ തരുന്നതായ ഒരു അംഗീകാരം പിന്നെ വളരെ വലുതാണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. 28 വർഷത്തിൻ്റെ പിന്നിലുള്ള രഹസ്യത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമ്മൾ പറയേണ്ടത് അതാണ്. നാട്ടുകാരും ഞാനും ഈ ദർസിലെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് വലിയ ബന്ധമാണ്. അതായത് വിദ്യാർത്ഥികളൊക്കെ എല്ലാ നാട്ടിൽപ്പെട്ട വീട്ടുകാരും അതുപോലെ കമ്മിറ്റി ഭാരവാഹികളും ഒരു ഉപ്പയെപ്പോലെ ഒരു ഉമ്മയെപ്പോലെ ആ പോസ്റ്റിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും പോരായ്മകളൊക്കെ നികത്തി അവരെ ആവശ്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഒരു ഉപ്പയും ഉമ്മയും ചെയ്തു കൊടുക്കുന്നതിലപ്പുറം എന്ന് പറയാം, അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമുള്ള അതുപോലെ ഭക്ഷണ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ മറ്റുള്ള വസ്ത്രങ്ങളിൽ, അവർക്ക് നാട്ടിൽ പോകാനുള്ള കാശുകൾ, ചികിത്സക്കുള്ള ആവശ്യങ്ങൾ, ഇതൊക്കെ ഈ നാട്ടിലുള്ള വിവിധ ആളുകൾ പലരും പല നിലക്കും ഇടപെട്ടുകൊണ്ട് ഇതിൽ പിന്നെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യലുണ്ട്. ഒരുപാട് പിന്നെ ഗുണങ്ങൾ സേവനങ്ങൾ ചെയ്യലുണ്ട്. പിന്നെ ചില വ്യക്തികൾ ഒരുപാട് കാലങ്ങളായിട്ട് വലിയ വലിയ സംഭാവനകൾ ദർസിലേക്ക് സ്ഥിരമായിട്ട് തരുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും അവരുടെ ആവശ്യം അതൊന്നും പുറത്ത് പറയാലും മറ്റുള്ളവരെ അറിയിക്കലൊന്നും അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വ്യക്തികളൊന്നും നമുക്ക് നമ്മൾ പറയലുമില്ല. എവിടെയും പറയല് അവർക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ള നിലക്ക് നമ്മൾ അത് പറയലില്ല. പക്ഷെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എല്ലാ വീടുകളിൽ നിന്നും ഒരു കുട്ടിക്ക് 2 കുട്ടിക്കൊക്കെ ഭക്ഷണം ഒരു സമയം കൊടുക്കുന്നവരുണ്ട്. 3 കുട്ടികൾ വരെ ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോയ വീടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും കുട്ടികളോടൊക്കെ താല്പര്യമാണ് ഈ നാട്ടുകാർക്ക്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയും ഉപ്പയും ഇവിടെ ഉണ്ട് എന്ന് തോന്നലിലൂടെയാണ് അവർ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും തന്നെ ഈ നാട്ടുകാർ തരുന്നതായൊരു അംഗീകാരവും അതുപോലെ വേണ്ടതായ ഒത്താശകളും വളരെ വലുതാണ്. വളരെ എനിക്ക് എൻ്റെ നാടാണ് ഇതെന്ന് തോന്നിക്കൊണ്ടിരിക്കും. എൻ്റെ നാടിപ്പോൾ ഇതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങേപ്പുറത്ത് ചിന്തിക്കുമ്പോൾ മറ്റൊരു നാടിൻ്റെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പറയേണ്ടി വരുന്നത് കൊണ്ട് പറയാമെന്ന് മാത്രം. പക്ഷേ എൻ്റെ ജീവിതം 22-ാം വയസ്സ് മുതൽച്ച് ഇപ്പോൾ എനിക്ക് 50 വയസ്സായിപ്പോൾ. ഈ കാലയളവിൽ ഒരു മനുഷ്യൻ്റെ മുഖ്യ ജീവിത സമയമാണത്. അത് ഈ നാട്ടിലാണ് നടന്നത്. ഞാൻ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകും, ഞായറാഴ്ച രാവിലെ വരും. ഇത്ര ഒരു ദിവസവും ഒരു 2 രാത്രി വെച്ചാൽ ഈ കാലഘട്ടത്തിലുള്ളതായ എല്ലാ എൻ്റെ പിന്നെ പെരുമാറ്റവും എൻ്റെ ജീവിതവും ഒക്കെ ഈ നാട്ടിലാണ്. ഇവിടുത്തെ കല്യാണ വീടുകളിൽ, നിക്കാഹിൻ്റെ സദസ്സുകളിൽ, മരിച്ചാൽ ആ വീടുകളിൽ മരിച്ച സമയത്തും മയ്യത്തെടുക്കുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ തുടർന്നുള്ള പരിപാടികളിൽ ഈ നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം ദീനീയായ നല്ല ചടങ്ങുകളുണ്ടോ അതിലൊക്കെ പിന്നെ എന്നെ ഒരു അംഗമായിട്ട് ഈ മാലയിലെ ഖത്തീബ് എന്നുള്ള നിലക്കും മുദരിസ് എന്നുള്ള നിലക്കും എന്നെ ഒരു അംഗമായിട്ട് കൂട്ടുകയും ചേർക്കുകയും അതുപോലെ കുട്ടികളൊക്കെ വിളിക്കാൻ പറ്റുന്ന പരിപാടികളിലൊക്കെ അങ്ങനെയൊക്കെ ചേർത്ത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളതായ ഇടപഴക്കാണ് ഞങ്ങളുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ 2025 വർഷമായപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് 25 വർഷമായല്ലോ. ഒന്ന് ഇവിടെ ചോദിക്കാൻ താൽക്കാലികം ഒരു എൻഡിലാണല്ലോ നിൽക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ പിന്നെ കമ്മിറ്റിയുടെ മുന്നിൽ വെച്ചപ്പോൾ അന്നും കമ്മിറ്റി എനിക്ക് അതിന് മറുപടി പറഞ്ഞത് 25 വർഷം എന്ന് പറയുന്നത് സേവനം നിർത്തിപ്പോകാനുള്ള ഒരു കാലയളവല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പിന്നെ ആവശ്യം നിരാകരിച്ചും കൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ മുന്നോട്ട് പോവുക വേണ്ടത് എന്നുള്ളൊരു മറുപടി എനിക്ക് കിട്ടിയത്. അതിൽ നിന്നൊക്കെ വലിയതായ ഒരു ബന്ധത്തിലാണ്, സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ പരസ്പരം കഴിഞ്ഞു പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉസ്താദ് ഇവിടെ വന്ന ആ സമയത്ത് തൊട്ടിട്ട് 28 വർഷത്തോളമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ എങ്ങനെ ഉസ്താദ് ഓർമ്മിക്കുന്നുണ്ടോ?
അതെ, ഈ ചോദ്യം എനിക്ക് വളരെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നൊരു ചോദ്യമാണ്. പിന്നെ ഞാൻ മനസ്സിൽ താലോലിക്കുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കാലത്തെ ഇവിടെയുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന കാരണവന്മാർ, ഈ പള്ളിയിൽ 5 വക്ത് ജമാഅത്തിന് വന്നിരുന്ന പലരും, ഈ നാട്ടിലുള്ള പല കാരണവന്മാർ, അതുപോലെ ഉമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ, ഇങ്ങനെ പലരുമായിട്ട് ഒരുപാട് ആളുകൾ, ധാരാളം 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോരുത്തരെയും എനിക്ക് കൂടുതലും അറിയും. ഓരോരുത്തരുടെ ഖബർ എവിടെയെന്ന് എനിക്കറിയും. അതായത് ആ ആളുകൾ ഏത് ഖബറിലാണ് കിടക്കുന്നത്, ഏത് കാലയളവിലാണ് അവർ ഇവിടെ പറഞ്ഞു പോയത് എന്നിവരെ പ്രത്യേകം അറിയുന്ന പലരുമുണ്ട്. ഓരോരുത്തരുടെയും ബന്ധം അടിസ്ഥാനത്തിൽ നമ്മളുമായിട്ടുള്ള അടുപ്പും ബന്ധം അടിസ്ഥാനത്തിൽ കൂടുതൽ ഓർമ്മയിൽ വരും. അപ്പം അങ്ങനെ എനിക്ക് അവരൊക്കെ ഞാൻ മനസ്സിൽ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഇപ്പോൾ അതിന് അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് തിരിച്ചു കൊടുക്കാനുള്ളത്, ഈ പള്ളിയിൽ 5 വക്ത് നിസ്കരിക്കുമ്പോൾ ഇമാമുക്കൽ ഞാനാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ഇമാമുക്കൽ ഒക്കെ ഞാനാണല്ലോ. പിന്നെ അതുപോലെ മറ്റുള്ള സമയങ്ങളിലൊക്കെ ദുആകളിലൊക്കെ ഈ പറയപ്പെട്ട ഈ ഖബറാളികളെ മറന്നിട്ടുള്ള ദുആ ഉണ്ടാവില്ല എനിക്ക്. ഇവിടുന്നായാലും ഇനി പുറത്തുനിന്ന് എവിടെയെങ്കിലും ദ്വാരക്കുകയാണെങ്കിലൊക്കെ ഞാൻ എൻ്റെ പാണമ്പ്ര പള്ളിയുടെ പരിസരത്തുള്ള ചുറ്റുഭാഗത്തുള്ള ഖബറിസ്ഥാനിയിൽ മറവിട്ട് കിടക്കുന്ന ഖബറാളികളെ ഓർത്തും കൊണ്ട് അവർക്ക് ദുആയിൽ വലിയതായ ഒരു പങ്കാളിത്തം ഞാൻ കൊടുക്കലുണ്ട്. അവിടെ ഖബറിൽ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി, അതുപോലെ തന്നെ നരകമോചനത്തിന് വേണ്ടി, സ്വർഗത്തിൽ നാളെ ഒരുമിച്ച് കൂടി സന്തോഷിച്ച് ഈ കണ്ട ആ ബന്ധം നാളെ സ്വർഗത്തിലും കണ്ട് നിലനിർത്തുവാൻ വേണ്ടി എപ്പോഴും ദുആ ചെയ്യലുണ്ട്. അങ്ങനെ പേരുകൾ പറയുകയാണെങ്കിൽ ധാരാളം ആളുകളുടെ പേരുകൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മളെ ഈ ചോദ്യത്തിൻ്റെ മറുപടിയിൽ എനിക്കത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്തതായതുകൊണ്ട് പേരുകളൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഉസ്താദ് 28 വർഷത്തോളം ഇവിടെ നമ്മളെ നാട്ടിലുണ്ട്. ഈ ഇവിടുത്തെ പൊതു കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇടപെട്ടത്, അതിനെങ്ങനെയൊക്കെ അവസരം കിട്ടിയത്? അതെ, പിന്നെ 28 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ധാരാളം പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പള്ളി നിൽക്കുന്നത് നാഷണൽ ഹൈവേൻ്റെ പക്കത്താണല്ലോ. അതുകൊണ്ട് തന്നെ പാണമ്പ്ര എന്നുള്ള ഈ സ്ഥലത്ത് മുമ്പ് ഒരു ബസപകടം നടന്ന് അതിൻ്റെ ശേഷം പല നിലക്കുള്ള അപകടങ്ങളും നടന്നിട്ടുണ്ട്. ഈ ബസപകടം നടന്നന്ന് കുറച്ച് ആളുകൾ 10-25 ആളുടെ അടുത്ത് മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ ഒരു അപകടം നടക്കുന്ന സ്ഥലമായിട്ടാണ് അറിയപ്പെടാറ്. അതിന് കാരണങ്ങളുണ്ട്. ഇവിടെ ഈ വളവും ഈ ഇറക്കവും ഒക്കെ അതിൻ്റെ ഒരു കാരണമാണ്. പിന്നെ അപ്പോൾ ഞാൻ വന്ന കാലം തൊട്ടേ ആ കേൾക്കുന്നതിന് അതിനെ യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിൽ തന്നെ ഇവിടെ രാത്രി കാലങ്ങളിൽ, രാത്രി ഒരു 1 മണി 5 മണിൻ്റെ ഇടയിൽ എല്ലാവരും നല്ല ഉറക്കിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് രാത്രി. പിന്നെ കാര്യമായിട്ട് ലോറികൾ അല്ലെങ്കിൽ ബസ്, അതുപോലെ മറ്റുള്ള വാഹനങ്ങൾ, രാത്രി ഓടുന്ന വാഹനങ്ങൾ, ഇങ്ങനെ ദൂര സ്ഥലത്തേക്ക് ഓടുന്ന ദീർഘദൂര യാത്രയുടെ വാഹനങ്ങൾ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ അറിയലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഡിവൈഡർ ഉണ്ടായിട്ടുണ്ട്. അതിൽ കയറി മറിയുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകും. അപ്പോൾ ഉറങ്ങുകയാണെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഉറക്കമൊക്കെ ഉണരുന്ന രൂപത്തിലുള്ള ശബ്ദങ്ങളുണ്ടാവും. വാതിൽ തുറന്ന് ഓടി ചെന്ന് നോക്കും. അപ്പോൾ ചിലപ്പോൾ അവിടെ ആ തോട്ടിലേക്ക് വീണിട്ടുണ്ടാവും. ചിലപ്പോൾ റോഡിൻ്റെ ഒരു വൺ വേ പോസ്റ്റിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് മറിഞ്ഞു വീണിട്ടുണ്ടാവും. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആൾ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ നാട്ടുള്ളവരൊക്കെ വിളിച്ച് സഹായങ്ങൾ അപ്പോഴൊക്കെ പോകുന്ന വേറെ വാഹനക്കാരൊക്കെ നിർത്തി അങ്ങനെ സഹായങ്ങൾ. ആ കാലയളവുണ്ടായൊരു ജഗതി അപകടം ഉണ്ടായിരുന്നു. ജഗതി ഒരു പൊതുരംഗത്തുള്ള ഒരു ആളായതുകൊണ്ട് കൂടുതൽ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അത് വലിയൊരു അപകടമായിട്ട് എല്ലായിടത്തും അറിയപ്പെട്ടിരുന്നു. അന്ന് അതിനെ രക്ഷപ്പെടുത്താനൊക്കെ നമ്മളെ കുട്ടികൾ രാത്രി ഓടി ചെന്ന് ഒരുപാട് സേവനങ്ങൾ ആ രംഗത്ത് ചെയ്തിന്. അങ്ങനെ ഒരുപാട് അപകടത്തിൽപ്പെട്ടവരെ പിടിച്ച് വാഹനത്തിൽ കയറ്റി പിന്നെ അവർക്ക് വേണ്ടിയുള്ള ചികിത്സകളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുക, സാന്നിധ്യമായിട്ടും മറ്റുള്ളവരെ ആ വിഷയം അറിയിച്ചിട്ടും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് വണ്ടി വലിയ അങ്ങനെ ഗ്യാസ് വാഹനം മുഴുകുമ്പോൾ വലിയൊരു അപകട സാധ്യത. കാരണം ഗ്യാസ് ചോർച്ച ഈ നാടിനെ തന്നെ
എന്നല്ല ഈ പ്രദേശം തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളതായ ഒരു അപകട ഭീതി നിന്ന സന്ദർഭത്തിൽ നമ്മുടെ ശിഷ്യനായിരുന്ന ഒരു മുഹമ്മദ് അലി ഫൈസി ആയിരുന്നു ഇവിടെ മല്ലാക്ക മൂപ്പര് പള്ളിയിൽ നിന്ന് അനൗൺസ്മെൻ്റൊക്കെ ചെയ്ത് പിന്നെ നാട്ടുകാരോട് വീട്ടിലുള്ളതായ വിളക്കുകളൊക്കെ തീകളൊക്കെ അണക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നടന്നൊരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ നാഷണൽ ഹൈവേ വികസന പ്രവർത്തനങ്ങൾ വന്നപ്പം ഇവിടെ റോഡ് ഉയർന്നു പോവുകയാണ്. അതായത് കെട്ടി പൊന്തിച്ച് ഉയർന്നിട്ടുള്ളതായ രൂപത്തിലാണ് ഹൈവേ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ മഹല്ല് ഈ പ്രദേശം രണ്ടായിട്ട് വിഭജിക്കാൻ പോവുകയാണ്. കാരണം മറുവശത്തിൽ നിന്ന് കിഴക്ക് വശത്തിൽ നിന്ന് പടിഞ്ഞാറ് വശത്ത് നിന്ന് കിഴക്കോട്ടും യാതൊരു ബന്ധവും ഇല്ലാത്ത രൂപത്തിൽ നടുവിലൂടെ റോഡങ്ങോട്ട് ഉയർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ പഠനങ്ങൾ, മദർസ പഠനങ്ങൾ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരൽ, ജുമാക്ക് വരൽ, മയ്യത്ത് കൊണ്ടുവരൽ, അതുപോലെ ഈ നാട്ടിൽ രണ്ട് ഭാഗത്തും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. പരസ്പരം രണ്ട് ഭാഗത്തുനിന്നും ആളുകളും പങ്കെടുക്കുന്നതായ ഒരു ആരാധനാലയങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ വലിയ കോട്ടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഇന്ന മതക്കാരെന്നില്ല, മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റുള്ള എല്ലാ മതക്കാരും ചേർന്ന് അത് ആണും പെണ്ണും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നമ്മൾക്കൊരു അണ്ടർപാസിങ് വേണം എന്നുള്ളതായ നിലക്ക് ഒരു നിവേദനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു സമരം നടന്നിരുന്നു. അവസാനം ചേളാരിയിൽ നിന്നും കോഹിനൂർ KNRCയുടെ അവരുടെ ഓഫീസും അതുപോലെ അവിടെ കേന്ദ്രവും ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു സമരജാഥയുണ്ടായിരുന്നു. ആ ജാഥയിൽ സജീവമായിട്ട് എല്ലാവരും പങ്കെടുത്തതുപോലെ ഈ നാട്ടിൽ ഒരാൾ എന്നുള്ള നിലക്കും ഈ നാട്ടിലെ ഒരു നേതൃത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കും ഞാൻ സജീവമായിട്ട് ഇടപെടാൻ തീരുമാനിക്കുകയും പങ്കെടുക്കാൻ തീരുമാനിക്കുകയും മാത്രമല്ല ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അതിൽ പങ്കെടുപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ ചേളാരിയിൽ നിന്ന് ആ സമരജാഥ ആരംഭിച്ച് അങ്ങനെ തുടങ്ങിയ ഉടൻ തന്നെ നല്ല മഴ പെയ്തു. ഞങ്ങളാരും മഴയെ വകവെക്കാതെ ഞങ്ങൾക്ക് അണ്ടർപാസ് കിട്ടുന്നത് വരെ ഈ സമരരംഗത്ത് വളരെ സജീവമായിട്ട് നിലനിൽക്കുക, ഏത് വില കൊടുത്തിട്ടും ഈ അണ്ടർപാസിങ് ഈ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ നാടിൻ്റെ മുന്നോട്ടുള്ളതായ ആവശ്യത്തിന് കാര്യങ്ങൾക്ക് ആവശ്യമായതാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ സമരം നയിച്ചു. അങ്ങനെ കോഹിനൂർ സമാപിച്ചു. ബഹുമാനപ്പെട്ട MLA അബ്ദുൽ ഹമീദ് സാഹിബ് അവറുകൾ ഉദ്ഘാടനത്തോടു കൂടിയ പരിപാടി. അപ്പോഴൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മഴ കൊണ്ടുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഞാൻ വെറുതെ തന്നെ നമ്മൾ മഴ കൊള്ളൂലല്ലോ. അപ്പോൾ ഇങ്ങനത്തേതായ ഒരു പ്രവർത്തനം മറക്കാൻ വയ്യാത്ത ഒരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ പിൽക്കാലത്ത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യം ആ സമരം നടത്തിയതൊക്കെ വിജയിച്ച് നല്ല വീതിയുള്ള വാഹനങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റുന്ന ഒരു അണ്ടർപാസിങ് നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെ, മദ്രസയുടെ അടുത്ത് തന്നെ, അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറേ ഭാഗത്ത് പോകുന്ന റോഡിനോട് നേരിൽ തന്നെ, അതുപോലെ താഴത്തേക്ക് പോകുന്ന റോഡ്, ഇതിനൊക്കെ അടുത്തായി കൊണ്ട് എല്ലാം കൊണ്ടും മൊത്തമൊരു സ്ഥലത്ത് ഒരു അണ്ടർപാസിങ് നമുക്ക് കിട്ടി എന്നുള്ളത് ഈ നാടിന് ലഭിച്ച വലിയതായ ഒരു വലിയൊരു ഗുണഫലമാണ്. അതില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത കോലത്തിലുള്ളതായ അപകട നിലയിൽ നമ്മൾ ചെന്നെത്തും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഈ നാട്ടിന് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സേവനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ 28 വർഷത്തിൽ പഠനരംഗത്ത് ഉണ്ടായിരുന്ന വികസനങ്ങൾ എന്തൊക്കെ? അതെ, അത് നമ്മുടെ സേവന രംഗത്ത് വലിയ ഒരു സേവനം പള്ളിയിലെ വിദേശികളായിട്ട് ഇവിടെ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ളതായ സൗകര്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഞാൻ വലിയ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ പള്ളിയിൽ പഠിക്കുന്ന രീതി, മുമ്പൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പള്ളിയിലെ തറയിലിരുന്ന് എന്തെങ്കിലും മുണ്ടോ ഇങ്ങോട്ട് ഇറക്കി എന്തെങ്കിലുമൊക്കെ തറയിൽ വെച്ച് കിതാബ് ഒരു ബഹുമാനിക്കപ്പെടേണ്ടതായ സംഗതിയാണ്. അതിൽ കിതാബ് വെച്ച് തല കുനിഞ്ഞിരുന്ന് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. പിൽക്കാലത്തത് മാറ്റി നമ്മൾ തറയിലിരുന്ന് നിവർന്നിരുന്ന് ഒരു ഡെസ്ക് തറയിൽ നിന്ന് ഉയർത്തി വെക്കുന്ന രൂപത്തിലുള്ള ഒരു ഡെസ്കിൽ വെക്കുന്ന രൂപത്തിലുള്ള ഡെസ്കുകളൊക്കെ സംവിധാനിച്ച് പിന്നെ അതിൻ്റെ ശേഷം
സ്കൂളുകളിലും മദ്രസകളിലും ക്ലാസ് റൂമുകളിലൊക്കെ ഉള്ളതുപോലെ ബെഞ്ചും ഡെസ്കും ആക്കി മാറ്റി. അതോടുകൂടി നമ്മുടെ ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, അതുപോലെ തന്നെ ലൈബ്രറിയൊക്കെ ഒരു അൾമാറയിൽ കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അതൊക്കെ മാറ്റി നമ്മൾ വിശാലമായൊരു റൂം തന്നെ ലൈബ്രറി ഹാളാക്കി മാറ്റി. അതിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇസ്ലാമികമായിട്ടും അതുപോലെ ചരിത്രപരമായിട്ടും അതുപോലത്തെ മറ്റുള്ളതായ കാലോചിതമായിട്ടുള്ളതായ വായിക്കുന്ന നോവലുകൾ, മറ്റുള്ള പല രംഗത്തുള്ള പുസ്തകങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ഇപ്പോൾ അതിൽ നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്. 1000 അതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ലൈബ്രറി വികസിപ്പിച്ചു. ഈ ലൈബ്രറിയൊക്കെ നമ്മൾ ഈ നാട്ടിലുള്ള ഓരോരുത്തർ വികസിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ നമുക്ക് സ്പോൺസർ ചെയ്ത് അതിൻ്റെ ചിലവുകളൊക്കെ ഏറ്റെടുത്തവരുണ്ട്. അതുപോലെ കുട്ടികളുടെ പഠന രംഗത്ത് വലിയ ഒരു ദർസിൽ പഠിപ്പിക്കുക എന്നുള്ള മാത്രം ചുമതലയല്ല നമ്മൾ ഏറ്റെടുക്കുന്നത്. കുട്ടികൾ ദർസിൽ പഠിക്കുന്നതോടുകൂടി പിന്നെ ഭൗതിക വിദ്യാഭ്യാസം ഏത് രംഗത്താണ് അവർ പഠിക്കുന്നത് വെച്ചാൽ അതിലും നല്ല ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവർക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പഠന ആവശ്യത്തിനുള്ള സാധനങ്ങൾ, പുസ്തകങ്ങൾ, നോട്ട് പുസ്തകങ്ങൾ ഒക്കെ ഈ നാട്ടുകാരെ തരല്. അതുപോലെ തന്നെ ദർസ് തുറക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ കിതാബുകൾ നാട്ടിൽ ഒരു സഹോദരൻ എല്ലാ വർഷവും തരലുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വികസന കാര്യങ്ങൾ, ദർസിലെ കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും എന്തുണ്ടെങ്കിലും ഉസ്താദെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾക്കിവിടെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊരു കുറവും വരുത്താതെ അവർക്ക് പഠിക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണോ, അതുപോലെ ഭക്ഷണ കാര്യങ്ങളിൽ എന്തൊക്കെ അവർക്ക് വേണ്ടതുണ്ടോ, വസ്ത്രങ്ങൾ എന്തൊക്കെ വേണ്ടതുണ്ട്, പഠന ആവശ്യത്തിന് വേണ്ട നോട്ട് ബുക്ക്, അതുപോലെ ടെസ്റ്റുകൾ, അതുപോലെ പേന, പെൻസിൽ, ഇങ്ങനെ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള പലരും മുന്നിൽ വന്നുകൊണ്ട് അത് നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഈ ദർസിൻ്റെ ഒരു വികസനത്തിലൊരു അംഗമായിട്ട് ഞാൻ ഭാഗമാകുക എന്നുള്ള നിലയ്ക്ക് പലരും ചേർന്ന് നിന്നുകൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കാലോചിതമായിട്ടുള്ള എല്ലാ നിലക്കുള്ളതായ വികസനങ്ങളും നമ്മുടെ ദർസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ദർസ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ആ വർഷം എന്ത് പുരോഗതിയാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് നമ്മുടെ ആലോചന. അന്നേരക്ക് ഒന്നും തന്നെ കുറവ് വരുത്താതെ കുട്ടികൾ പഠിച്ചു ഉയരട്ടെ, അതിനു വേണ്ടി എല്ലാ നിലക്കളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് ഒരു അധ്യാപകൻ, അവരുടെ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞാനും ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും അതിൽ വളരെ. ഇനി ഉസ്താദിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഇനിയിപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതൊരു ഈ പള്ളി ദർസിൻ്റെ കൂട്ടത്തിൽ വിദേശികളെ കാര്യം ഇതുവരെ പറഞ്ഞു. ഈ സ്വദേശികളായിട്ട് തുടങ്ങുന്ന കാലഘട്ടത്തിലൊക്കെ ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു 40-45 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ തുടക്കകാലത്ത് നമ്മളെ പള്ളിയിൽ നാട്ടുകാരായിട്ട് പഠിക്കാൻ വന്നിരുന്നു. അവർ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠനം നടത്തുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ സമയം കഴിഞ്ഞ് ഇശാസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചിരുന്ന് 10 മീനൊക്കെ ഇങ്ങനെ പഠിച്ചിരുന്നു. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. കുറേ ആളുകൾ നമ്മുടെ ദർസിൻ്റെ പഴയ കാലത്ത് ഇതിലൊക്കെ ചേർത്ത് പഠിച്ചിരുന്നവർ. ഇപ്പോൾ മദ്രസ തലത്ത് 10ാം ക്ലാസ്സും +1ഉം +2 ഒക്കെ വന്നതോടുകൂടി, അതുപോലെ തന്നെ ട്യൂഷനുകളും കുട്ടികൾക്ക് ഭൗതിക പഠനം തന്നെ സമയമില്ലാതെ വന്നപ്പോൾ നാട്ടു ദർസ് എന്നുള്ളത് നടക്കാതെ പോയി. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ഒരു 10-15 വർഷക്കാലം നാട്ടിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വരലുണ്ട്. അതൊക്കെ ഈ നാട്ടിൽ അവരൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർക്ക് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മളെ നാട്ടിൽ ദീനി പഠനത്തിലൊക്കെ വന്നു പോയവരാണല്ലോ ഇവർ എന്നുള്ള സന്തോഷമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള എനിക്ക്. കാരണം നമ്മൾ ഇതൊക്കെ വലിയൊരു സന്തോഷത്തോടു കൂടിയാണ് ഇതൊക്കെ പങ്കുവെക്കുന്നത്. അതിനൊരു അവസരം കിട്ടിയാൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.